ദേവുട്ടി എന്നെ കാത്തു നിൽക്കായിരുന്നു അല്ലേ? നീ തൊഴുന്നത് ഞാൻ കണ്ടു. പക്ഷേ അപ്പോഴേക്കവിടെ വലിയ തിരക്കായിരുന്നു. ഇന്ന് ഒരുപാട് പേരെന്നെ കാണാൻ വന്നു. നമ്മൾ എന്നും കാണുന്നവരല്ലേ? വല്ലപ്പോഴും ഒരിക്കൽ എന്നെ കാത്തു നിൽക്കുന്നവർക്ക് അല്പനേരം കാതും മനസ്സും കൊടുക്കണ്ടേ? അല്ല, എന്താ ദേവുട്ടിക്ക് പറയാനുള്ളത്? അതിനെന്താ, നിനക്ക് എപ്പോ വേണേലും എന്റെ അടുത്തേക്ക് വരാലോ. ഞാൻ അവിടെ വന്ന് നിന്റെ അമ്മയോട് സംസാരിച്ച് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നെന്നോ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ ദേവുട്ടി. അതിനും സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിന്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനയും ഒരിക്കലും മൂകാംബികാമ്മ കേൾക്കാതിരിക്കില്ലെന്ന്. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ എപ്പോഴും നിന്നെ രക്ഷിക്കുന്ന മൂകാംബികാദേവി എന്തേ നിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാത്തേന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചില കാര്യങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയമായിന്ന് അമ്മയ്ക്ക് തോന്നിയിരിക്കും. അതുകൊണ്ടാവും നിന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് എന്റെ അടുത്തേക്ക് അമ്മ കൂട്ടിക്കൊണ്ടുവന്നത്. ഈ സത്രത്തിലേക്ക് പൊയ്ക്കോളൂ. ഈ പ്രസാദം ശിവപ്രിയമോൾക്ക് കൊടുക്കണം. അവിടെ എത്തുന്നത് വരെ ഈ പ്രസാദം നിലത്ത് വെക്കരുത് കേട്ടോ. എന്നാ പൊയ്ക്കോളൂ. ഞാൻ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചിട്ടേ സത്രത്തിലേക്ക് വരൂ. ദേവുട്ടി, ഞാൻ തന്ന മോതിരം നിന്റെ വിരലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? നല്ലത്. എന്നാ പൊയ്ക്കോളൂ. പ്രസാദം ശിവപ്രിയ മോൾക്ക് കൊടുക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ക്ഷേത്രനടയിലേക്ക് പോയിരിക്കുക കുട്ടി. ഗർഭിണിയായതുകൊണ്ട് ഇവൾക്ക് ദർശനത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവൾക്ക് കൂട്ടായി ഞാനും ഇവിടെ നിന്നതാ. പെട്ടെന്ന് കൊച്ചുമോക്ക് എന്തോ അസ്വസ്ഥത പോലെ. അമ്മേ, അയ്യോ എനിക്ക് വേദന സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യ. എന്തൊക്കെയോ അസ്വസ്ഥത. എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് റൂമിൽ എത്തിയാ മതിയായിരുന്നു. അയ്യോ മോളെ, അയ്യോ എനിക്കിവിടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മോളെ. തനിയെ നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാ. കൂടെയുള്ളവര് വരുമ്പോ ഒരുപാട് സമയമാവും. മോൾക്ക് ഇവളെ ഒന്ന് മുറിയിൽ കൊണ്ടുപോകാമോ? കിഴക്കേ നടയിലുള്ള ഹോട്ടലിലാ ഞങ്ങള് മുറിയെടുത്തിരിക്കുന്നത്. മോൾ എന്റെ കൊച്ചുമോളെ ഒന്ന് അവിടം വരെ കൊണ്ടുപോകാമോ? അമ്മേ, അയ്യോ അമ്മേ, അമ്മേ. കയ്യിലെ പ്രസാദം ഇങ്ങ് തന്നോളൂ. മോള് തിരിച്ചു വരുന്നവരെ ഞാനത് സൂക്ഷിച്ചോളാം. ഈ സത്രത്തിലേക്ക് പൊയ്ക്കോളൂ. ഈ പ്രസാദം ശിവപ്രിയമോൾക്ക് കൊടുക്കണം.
അവിടെ എത്തുന്നത് വരെ ഈ പ്രസാദം നിലത്ത് വെക്കരുത് കേട്ടോ. അയ്യോ അയ്യോ, അയ്യേ. അമ്മേ അയ്യോ